ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ടു ടെൽ എ സ്റ്റോറി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സ്പൈ ആക്ഷൻ ത്രില്ലറാണ്. കൊറിയൻ പടമാണ്, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാണ്. മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി ഈ സിനിമയിലേക്ക് കിടക്കാം. സിനിമയുടെ ഒരു വൺ ലൈൻ എന്താന്ന് വെച്ചാൽ, നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ, ഈ രണ്ട് കൊറിയയിലും രണ്ട് ഏജന്റുമാര് രണ്ട് കേസ് അന്വേഷിക്കുന്നത് ഒരു കേസാവുന്ന ഒരു കേസാണ് ഈ ഒരു സിനിമ. സംഭവം എന്താന്ന് വെച്ചാൽ, സൗത്ത് കൊറിയയില് ഒരു തരം റയർ ഡ്രഗ്സ് കൊണ്ട് ബാധിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രഗ്സിനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്ന ഒരു നായകൻ, ഇതിന്റെ സോഴ്സ് അന്വേഷിച്ചിട്ടാണ് ഒരാൾ ഇറങ്ങുന്നത്. ഇതേ ടൈം തന്നെ നോർത്ത് കൊറിയയിൽ അവർക്ക് പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്ത്രീകളെ റഷ്യയിലേക്ക് ജോലിക്കെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പറഞ്ഞു വിടും. അവരെന്തെങ്കിലും തെറ്റ് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു പറഞ്ഞയക്കുന്നു പറയും. പക്ഷെ ഇങ്ങനെ തിരിച്ചു വരുന്ന ആരും കൊറിയയിലേക്ക് എത്താറില്ല, ഈ ഒരു നോർത്ത് കൊറിയയിലേക്ക്. അപ്പോൾ ഈ ഒരു മിസ്സിംഗ് ആവുന്ന പെണ്ണുങ്ങളെല്ലാം എവിടേക്കാ പോണേന്നാണ് നോർത്ത് കൊറിയയിലെ ഏജന്റ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് നോർത്ത് കൊറിയയിലെ ഒരു ഏജന്റ് റഷ്യയിലേക്ക് വരും. അതുപോലെ തന്നെ സൗത്ത് കൊറിയയിൽ നമ്മുടെ ഡ്രഗ്സിനെ പറ്റിയിട്ട് അറിയാനായിട്ട് അവിടെ നിന്നും ഒരു ഏജന്റ് വരും. സോ ഈ രണ്ട് കാര്യങ്ങൾ കണക്റ്റഡ് ആണ്. അപ്പോൾ അതാണ് ഈ ഒരു കഥയുടെ ചുരുക്കം എന്ന് പറയുന്നത്. സംഭവം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ ആദ്യം മുതലേ നമുക്ക് കാണാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ഹീറോനെ കാണിക്കുകയാണ്. അവനൊരു ബ്രോത്തലിൽ വന്നേക്കാണ്. സംഭവം അവന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടാണ് അവൻ വന്നേക്കുന്നത്. ഈ ഒരു ഡ്രഗ്സിനാൽ ബാധിക്കപ്പെട്ട ഒരു പെണ്ണ് ഇവളുടെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൻ വന്നേക്കുന്നത്. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവൻ ഇതിനു മുമ്പേ ഈ ഒരു പെണ്ണിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവളെ ഇവിടുന്ന് രക്ഷിച്ച് കൊണ്ടുപോകാന്നാണ് ഇവൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവളെ കണ്ടിട്ട് പറയാണ്, ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞതെല്ലാം ഇപ്പൊ വീണ്ടും പറയണമെന്ന് പറഞ്ഞിട്ട് ഇവൻ ക്യാമറ ഓൺ ആക്കി വെക്കും. സംഭവം ഇവർക്ക് ആ ഒരു ഡ്രഗ്സ് എവിടുന്നാ വരുന്നതെന്ന് അറിയണം. അങ്ങനെ ഇവള് വീണ്ടും പറയാണ്, ഇവളൊരു നോർത്ത് കൊറിയക്കാരിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫോറിൻ കറൻസിക്ക് വേണ്ടിയിട്ട് റഷ്യയിൽ പണിയെടുക്കാൻ വന്നതാണ്. ഇവളുടെ ഫാമിലി എല്ലാം നാട്ടിലാണ്. അങ്ങനെ ഒരിക്കൽ റെസ്റ്റോറന്റിൽ ഒരു പോലീസ് റെയ്ഡ് വന്നു. എന്നിട്ട് തിരിച്ച് നോർത്ത് കൊറിയയിലേക്ക് പറഞ്ഞേക്കാണെന്ന് പറഞ്ഞിട്ട് അവളെന്നെ വേറെ റഷ്യക്കാർക്ക് വിൽക്കാണ് ഉണ്ടായത്. അവരെനിക്ക് എന്തോ ഒരു ഡ്രഗ്സ് തന്നു, അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബോധം ഉണ്ടാവില്ല, അറിയാത്ത ആൾക്കാരൊക്കെ എന്നെ യൂസ് ചെയ്തു എന്ന് പറയാണ്. എന്നിട്ട് അവരതെല്ലാം വീഡിയോ എടുത്ത് വെച്ചു എന്ന് പറയാണ്. അവരെന്നെ വേറെ ആർക്കോ വിറ്റു, അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയെന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഡ്രഗ്സിനെ കുറിച്ചിട്ട് ചോദിക്കുകയാണ്. ബിന്ദു എന്ന് പറയുന്ന ഒരു ഡ്രഗ്സ്, അതാണ് സംഭവം. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറയാണ്. ഇപ്പൊ ഇവള് പറയാണ്, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾ പറഞ്ഞ പോലെ എന്നെ ഇവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന് പറയാണ്. ഇപ്പൊ ഇവനാണെങ്കിൽ അവന്റെ ഹെഡിനോട് പറയാണ്, നമുക്കറിയാവുന്നതെല്ലാം കിട്ടിക്കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ ബാക്കപ്പ് ടീമിന് അയക്കിയെന്ന് പറയാണ്. പക്ഷെ ഇപ്പൊ അയാള് കാലുമാറാണ്. അയാൾ പറയാണ്, ബാക്കപ്പ് ടീമിന് അയക്കാനുള്ള ബഡ്ജറ്റ് നമ്മുടെ കയ്യിലില്ല, നമുക്കിപ്പോ ആ ഒരു ഡ്രഗ്സ് എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞു, ഇൻഫോർമേഷൻസ് എല്ലാം കിട്ടിയ സ്ഥിതിക്ക് നീ അവിടുന്ന് പോരേന്ന് പറയാണ്. പക്ഷെ ഇവനാണെങ്കിൽ സമ്മതിക്കില്ല. അവൻ പറയാണ്, ഇതെന്ത് ചെറ്റത്തരമാണ്, ഞാൻ അവൾക്ക് വാക്ക് കൊടുത്താണെന്നെല്ലാം പറയാണ്. പക്ഷെ അയാൾ പറയാണ്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഞാനല്ല ഇതൊന്നും തീരുമാനിക്കണത്, എന്റെ മേളിലുള്ള ആളാണ്. ഇന്നേരം ആ ഒരു പെണ്ണാണെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് ആ ഒരു വീഡിയോയിൽ തന്നെ ഒച്ചത്തിൽ കരഞ്ഞ് നിലവിളിക്കാണ്, എന്നെ ഇവിടുന്ന് രക്ഷിക്കുക, എന്നെ ഇവിടുന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞോണ്ട്. ഇന്നേരം ഈ ഒരു ഒച്ചയെല്ലാം കേട്ടോണ്ട് പുറത്തുനിന്ന് ഒരു കുള്ളൻ, അവന് വരുടെ മെയിൻ ആളാണ് ഈ ഒരു ഗ്യാങ്ങിന്റെ, അവൻ അവിടേക്ക് വരാണ്. എന്നിട്ട് നമ്മുടെ ആളോട് ഇവിടുന്ന് പോകാനായിട്ട് പറയാണ്. ഇവനും മനസ്സിലോടെ അവിടുന്ന് പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കുള്ളൻ ആ ഒരു പെണ്ണിന്റെ മേത്ത് എന്തോ ഒരു ഡ്രഗ് കുത്തിവെക്കുന്ന കാണുമ്പോൾ അവന് അവിടുന്ന് പോരാനായിട്ട് തോന്നില്ല. ഇപ്പോ അവൻ ഒറ്റയ്ക്ക് അവിടുന്ന് ഫൈറ്റ് ചെയ്യാണ്. ഇത് നേരത്തെ അങ്ങോട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ എന്തുണ്ടാവെന്ന് വെച്ചാൽ, അവിടുന്ന് ആ ഒരു പെണ്ണിനെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ട് ഇവരെല്ലാരും കൂടെ ഇവളെ ചെക്ക് ചെയ്യുന്ന നേരം ഇവള് ഓൾറെഡി മരിച്ചിട്ടുണ്ടാവും. ആ ഒരു ഡ്രഗ്സിന്റെ എഫക്ട് കൊണ്ട് ഇവള് മരിച്ചു. ഇവനാണെങ്കിൽ ആകെ ദേഷ്യ സങ്കടം എല്ലാം വരാണ്. പക്ഷെ ഇവന്റെ ആ ഒരു ഹെഡ് അയാൾ ഇവനോട് പറയാണ്, ഇത് അവളുടെ വിധിയാണ്, നമുക്കിതിൽ ഒന്നും ചെയ്യാനില്ല, ബാക്കപ്പ് ടീമിന് അയച്ച് രക്ഷിച്ചിരുന്നെങ്കിൽ പോലും ആ ഒരു ഡ്രഗ്സ് കാരണം ഇവൾ എന്തായാലും മരിക്കുമെന്നല്ല. അടുത്ത സീനില് ഇവര് ഈ റിപ്പോർട്ടെല്ലാം ഇവരുടെ സുപ്പീരിയർ ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യാണ്. അന്നേരത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ ശോകമായിട്ട് ഇരിക്കണ കണ്ടിട്ട് അയാളെ ചോദിക്കാണ്, ഇങ്ങനെ ഇൻഫോമർ കൺമുമ്പിൽ വെച്ച് മരിക്കുന്നത് ആദ്യമായിട്ടാണല്ലേ എന്ന്. അവനും അതേന്ന് പറയാണ്. സോ അയാൾ പറയാണ്, ഇതെല്ലാം നമ്മുടെ ജോലിയുടെ ഭാഗമാണ്, പോകെ പോകെ ഇതെല്ലാം ശീലമാവെന്ന് പറയാണ്. ഇപ്പോ ഇവന്റെ ആ ഒരു ടീം ഹെഡ് പറയും, ഈ ഡ്രഗ്സ് എല്ലാം വരുന്നത് നോർത്ത് കൊറിയയിൽ നിന്നാണ്, അവര് റഷ്യയിലേക്ക് വെച്ചിട്ട് റഷ്യയിൽ നിന്നാണ് ഇത് ഇവിടേക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നോർത്ത് കൊറിയ ആണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ പറയും, അത് മാത്രമല്ല, ഇത് ഹ്യൂമൻ ട്രാഫിക് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, ഇതുമൂലം നോർത്ത് കൊറിയയിലെ ഗേൾസിനും ഇത് ബാധിക്കപ്പെടുന്നുണ്ട്, അവരെ റഷ്യയിലേക്ക് കടത്താണെന്ന് പറയാണ്. ഇപ്പൊ ഈ ഒരു സുപ്പീരിയർ ഓഫീസർ ചോദിക്കും, നീ പറയുന്നത് നോർത്ത് കൊറിയയിലെ ആൾക്കാരെ കൂടെ നമ്മളെ രക്ഷിക്കണം എന്നാണെന്ന്. അപ്പൊ അവൻ അതേന്ന് പറയാണ്, കാരണം ഇത് രണ്ടിനും ബന്ധമുണ്ട്, മാത്രമല്ല നോർത്ത് കൊറിയ സൗത്ത് കൊറിയ എന്നല്ല, എല്ലാവരും മനുഷ്യരല്ലേ. അയാളും അത് സമ്മതിക്കാണ്. നെക്സ്റ്റ് സീൻ എന്ന് പറയുന്നത്, ഈ നോർത്ത് കൊറിയയിൽ നിന്ന് കുറച്ച് ഗേൾസിനെ ഒരാള് റഷ്യൻ ബോർഡറിലേക്ക് കടത്താണ്. ഇപ്പൊ ഇവരോട് എന്തൊക്കെയോ നുണ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ശരിക്കും അവര് ചൈനയിലേക്കാണ് പോകേണ്ടത്, പക്ഷെ ഇയാള് നുണ പറഞ്ഞിട്ട് റഷ്യക്കാർക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇവര് പോകുന്ന വഴിക്ക് ഒരു ഡെഡ് ബോഡി കാണുമ്പോൾ ഈ പെണ്ണുങ്ങൾ പേടിച്ചിട്ട് ചോദിക്കുകയാണ്. അപ്പൊ അയാളും എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവരെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവര് ഇത് കണ്ടിട്ട് ചോദിക്കുകയാണ്, കണ്ടിട്ട് ചൈന ബോർഡർ പോലെ ഇല്ലല്ലോ, ഇത് റഷ്യ ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അയാളും അതെ റഷ്യ ആണ്, പക്ഷെ ചൈനീസ് ബോർഡറിൽ സെക്യൂരിറ്റി എല്ലാം സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് റഷ്യയിൽ പോയിട്ട്
അവിടെ നിന്ന് നിങ്ങൾക്ക് ചൈനയിലേക്ക് പോവാന്നെല്ലാം പറയാണ്. പക്ഷെ അന്നേരം റഷ്യൻസ് വന്നിട്ട് ഇവരവർക്ക് പിടിച്ചു കൊടുക്കാണ്. ഇന്നേരത്ത് ഇവർ കാര്യം മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഒരു പെണ്ണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ റഷ്യൻസ് അവളെ വെടിവെച്ച് കൊല്ലാണ് ഉണ്ടാവുക. എന്നിട്ട് ആ ഡെഡ് ബോഡി ഇയാളോട് തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് പറയാണ്. ഈ ടൈം ഇയാള് നോർത്ത് കൊറിയയിലെ ആ ഒരു ഡ്രഗ് അത് ഇവർക്ക് കൊടുക്കാണ്. എന്നിട്ട് പറയാണ് പുതിയതാണ്, ഒന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട്. അങ്ങനെ അവര് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് നല്ല വീര്യമുള്ളതാണെന്ന് മനസ്സിലാക്കാണ്. ആ ഒരു റഷ്യയുടെ മെയിൻ വില്ലൻ അവൻ ആ ഡ്രഗ്സ് ഈ 3 പെണ്ണുങ്ങളുടെ മേത്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയാണ്. അതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം കൂടുതൽ വരുത്തിക്കാനെന്ന്. അടുത്ത സീൻ കാണിക്കുന്നത് വേറൊരുത്തൻ ഇപ്പീ കണ്ട ഇയാളെ പോലെ തന്നെ പെണ്ണുങ്ങളെ കടത്തുന്ന വേറൊരു നോർത്ത് കൊറിയൻ. അവന്റെ വീട്ടിൽ ഏതോ ഒരു പെണ്ണിനെ കൊണ്ട് വരുന്ന നേരത്ത് നോർത്ത് കൊറിയയിലെ ഒരു ഏജന്റ്, നമ്മുടെ സെക്കൻഡ് ഹീറോ, ഇവനെ സൂചിക്കെറിഞ്ഞ് പിടിക്കുകയാണ്. നോർത്ത് കൊറിയയിൽ ഇത്തരം കാര്യങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്കറിയാലോ. ഇവനെ പിടിച്ചിരുത്തിയിട്ട് ടോർച്ചർ ചെയ്യാണ്. ഇന്നേരത്ത് വേറൊരു ഓഫീസർ, പുള്ളി വില്ലനാന്ന് തോന്നണേ, അവൻ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു പേന കൊടുത്തിട്ട് അവനെ ടോർച്ചർ ചെയ്യാണ്. അവനെ മൂക്കിലിട്ട് കുത്തി ചോര വരുത്താണ്. എന്നിട്ട് നീ ഇതേവരെ ചെയ്ത, ചെറുപ്പം മുതലേ ചെയ്ത എല്ലാ തെറ്റുകളും ഈ പേപ്പറിൽ ഒന്നും വിടാതെ എഴുതണമെന്ന് പറയാണ്. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് ഇവൻ കാണിക്കുന്നൊന്നും ശരിയല്ലല്ലോ എന്ന് തോന്നിയിട്ട് ഒരു ഓഡിയോ ഡിവൈസ് അവിടെയുള്ള ടേബിളിന്റെ താഴെ ഒട്ടിച്ചു വെക്കാണ്. നെക്സ്റ്റ് സീൻ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും കൂടെ ഒരു ബാറിലേക്ക് പോവാണ്, ആ ഒരു റഷ്യൻ ബാറിലേക്ക്. പക്ഷെ തൊട്ടു മുമ്പായിട്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ഹീറോ ആ ഒരു ബാറിലേക്ക് വന്നിട്ടുണ്ടാവും. അവൻ അവിടെയുള്ള ഒരു പെണ്ണിന്റെ അടുത്ത് ഒരു ടിപ്പ് എടുത്തിട്ട് പറയും, ആയിരിക്കുന്ന റഷ്യൻ അവൻ എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണറാണ്, അവനൊരു വലിയ ബിസിനസ്സുകാരനാണ്. ഈ ഒരു ഡീല് നടന്നാൽ എനിക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും, അതുകൊണ്ട് നീ അവനെ നല്ലപോലെ നോക്കണമെന്ന്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ നോർത്ത് കൊറിയൻസ് ഇവര് ആ ഒരു ടേബിളിലിരുന്ന് സംസാരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സെക്കൻഡ് ഹീറോനോട് ഇയാൾ ചോദിക്കുകയാണ്, നീ ശരിക്കും ഹ്യൂമൻ ട്രാഫിക്കിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ തന്നെയാണോ ഇവിടേക്ക് വന്നേന്ന്, അതോ ഇനി എന്നെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ചോദിക്കും, അതെന്താ നിങ്ങൾ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ നിങ്ങളെ മുഖം കാണിക്കാൻ? കാരണം എനിക്ക് തോന്നണത് ഇതെല്ലാം ഇയാൾ അറിഞ്ഞുകൊണ്ടാണ്, ഇയാളുടെ ഒരു സപ്പോർട്ട് വില്ലന്മാർക്ക് ഉണ്ടെന്നാണ്. നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്കും ആ ഒരു സംശയം ഇല്ലാതില്ല. ഈ ഫസ്റ്റ് ഹീറോ, സെക്കൻഡ് ഹീറോ, വില്ലൻ ഈ പറയണതെല്ലാം നിർത്താം, ഇവർക്കെല്ലാം ഒരു പേരിടാം. ഇവരുടെ സിനിമയിലെ യഥാർത്ഥ പേര് വായിൽ വഴങ്ങാത്തോണ്ട് ഞാൻ എന്റെ വായിൽ വഴങ്ങുന്ന പേരുകളായിരിക്കും പറയാം. സോ ഇവര് രണ്ടുപേരും ഒരുമിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഹീറോക്ക് രമേശ് എന്നും വില്ലന് സുരേഷ് എന്നും ഇടാം. ഇപ്പോ നമ്മൾ രാവിലെ കണ്ട ആ ഒരു പെണ്ണുണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് ഹീറോ മീറ്റ് ചെയ്ത ആ ഒരു പെണ്ണ്, അവൾ എവിടേക്ക് വരാണ്. ഇന്നേരം ഇവൻ അവളെ നോക്കുന്നുണ്ട്. അപ്പൊ സുരേഷ് ചോദിക്കും, നിനക്കെന്താ ഇവളെ മുന്നേ അറിയോന്ന്? അവനില്ലാന്ന് പറയുമ്പോൾ ഇവൻ പറയാണ്, ഇവളിവിടുത്തെ മെയിൻ ആണ്, നീ അവളെ നോക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിനക്ക് മുന്നേ അറിയായിരിക്കുന്നു. മേ ബി എന്തോ ഒരു കഥയുണ്ട്, എനിക്കറിയാം, ഞാനത് വഴിയെ കണ്ടുപിടിച്ചോളാം. ഇന്നേരം നമ്മുടെ രമേശിന് ഒരു കോൾ വരാണ്, അത് ഓഫീസിൽ നിന്നാണ്. സംഭവം എന്താന്ന് വെച്ചാല് അവൻ ഇവരെല്ലാരും കൂടെ തല്ലിക്കൊന്നു. ഇപ്പൊ സുരേഷ് ഇവനോട് വന്നിട്ട് പറയാണ്, ഇവൻ ചാവുന്നതിന് മുമ്പ് അവൻ എന്തൊക്കെയാ ചെയ്തെന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്, ഇവൻ എങ്ങനെയാണ് കൊണ്ടുപോണത്, ആർക്കൊക്കെയാണ് കൊടുക്കണത്, എത്ര കാശാണ് മേടിക്കണേന്നെല്ലാം. അപ്പൊ രമേശ് പറയും, ഇതില് ബോർഡർ വരെയുള്ള കാര്യങ്ങൾ അവൻ എഴുതിയിട്ടുള്ളൂ, അത് കഴിഞ്ഞ് റഷ്യയിൽ എന്താ ചെയ്യണേന്ന് നമുക്കറിയില്ലല്ലോ എന്ന്. അപ്പൊ സുരേഷ് പറയും, അത് ഇവൻ അറിയില്ല, കാരണം ഇങ്ങനത്തെ ഏജന്റുമാർക്ക് ബോർഡർ വരെയുള്ള റോളേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് ഇവർക്കറിയില്ല. ഇപ്പൊ രമേശ് റെക്കോർഡിങ്സ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള പോലീസുകാർ പറയും, അതിന് നിങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പറഞ്ഞില്ലല്ലോ എന്ന്. ഇപ്പൊ ഇവന് മനസ്സിലാവാണ് ഇവരെല്ലാരും കൂടിയുള്ള ഒത്തുകളിയാണിത്, ഇവരെല്ലാവരും ഇവനെതിരാണെന്ന്. ഇന്നേരം നമ്മുടെ ആള് ആ ടേബിളിനടിയിൽ വെച്ച ആ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് ഉണ്ടല്ലോ, അത് പോയി നോക്കുമ്പോൾ അത് കാണില്ല. ആ പൊരുത്തം കൊണ്ട് ഇവന് കൊടുക്കാണ്, അത് പൊളിഞ്ഞ അവസ്ഥയിൽ. ഇവിടെ ഉണ്ടായ കോലാഹലങ്ങളിൽ ഇതെനിക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റിയുള്ളൂ എന്ന്. ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇവരെല്ലാവരും ഇവനെതിരാണെന്ന്. സംഭവം എന്താന്ന് വെച്ചാല് ഇവരെന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് ഇവനെ തല്ലിക്കൊന്നേക്കണതായിരിക്കാം. അങ്ങനെ ഇവൻ തിരിച്ച് റൂമിൽ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്താനായിട്ട് നോക്കുമ്പോൾ അവൻ എന്താ എഴുതണ്ടേന്ന് അറിയില്ല. കട്ട് ചെയ്ത് അടുത്ത സീനില് നമ്മുടെ ഫസ്റ്റ് ഹീറോ പറഞ്ഞ പോലെ ആ ഒരു പെണ്ണ് ആ ഒരു റഷ്യൻ വിളിച്ചിട്ട് ഹോട്ടൽ റൂമിലേക്ക് ചെല്ലാണ്. സംഭവം ഇതെല്ലാം നമ്മുടെ ഫസ്റ്റ് ഹീറോ പ്ലാൻ ചെയ്തതാണ്. ആ ഒരു റഷ്യക്കാരൻ ഫസ്റ്റ് ഹീറോന്റെ ആളാണ്. ഈ ഒരു പെണ്ണ് നമ്മ ഫസ്റ്റ് ഒരു പെണ്ണിനെ കണ്ടില്ലേ മരിച്ചുപോയത്, അതേപോലെ ഒരു ഇൻഫോമർ ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ഹീറോ അവിടെ ഉണ്ടാവും. ഇതെല്ലാം ഇവൻ കളിച്ച നാടകമാണ്, ഇവളെ ഇവിടെ വരെ എത്തിക്കാനായിട്ട്. വേറെ ആരും അറിയാൻ പാടില്ലല്ലോ. നമ്മുടെ ഫസ്റ്റ് ഹീറോയ്ക്ക് ഒരു പേരിടണം, എന്താ ഇടാ? സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും വേണം. രാജു എന്ന് ഇട്ടാലോ? രാജു വിളിക്കാൻ എളുപ്പമുള്ളൂ. അപ്പൊ രാജു. ഇവൾ അങ്ങോട്ട് ചെല്ലുമ്പോ രാജു അവിടെ ഉണ്ടാവും, അവന്റെ ഒരു അസിസ്റ്റന്റ് പെണ്ണും ഉണ്ടാവും. ഇവളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അന്നേരം ഇവളുടെ കയ്യിലൊരു ബാൻഡ് കെട്ടുന്നുണ്ട്, അത് ഇവളുടെ ഹാർട്ട് ബീറ്റും പ്രഷറും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ അത് വെച്ചിട്ട് ഇവള് നുണയാണോ അതോ സത്യമാണോ പറയുന്നതെന്നെല്ലാം അറിയാനായിട്ട് പറ്റും. ഇന്നേരം ഇവള് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. തുടക്കം തന്നെ അവളുടെ കയ്യിലുള്ള ആ ഒരു ഡ്രഗ് അവന് കൊടുക്കുകയാണ്. അത് അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ സെയിം ഡ്രഗ് നേരത്തെ റഷ്യക്കാർക്ക് കിട്ടിയ ആ ഒരു ഡ്രഗ് ഇല്ലേ, അതന്നെ. ഇപ്പോൾ ഇവള് കാര്യങ്ങൾ പറയാണ്. ഈ സംഭവം ഈ തലേ തോർത്തിട്ട് വരുന്നവരുടെ ഡ്രിങ്കിൽ അവരറിയാതെ ഇട്ട് കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവര് രണ്ടാമത് വീണ്ടും വരും എന്നാണ് പറയാ, ഈ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ട്. അന്നേരം ഇവരത് കാശിന് കൊടുക്കും എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതാണ് ഈ ഒരു ഡ്രഗ്. ഇപ്പോൾ നമ്മുടെ ആള് ആ ഒരു റഷ്യക്കാരൻ മെയിൻ വില്ലൻ ഉണ്ടല്ലോ തുടക്കത്തിൽ കാണിച്ചത്, അവന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവള് അയാൾ അറിയില്ല എന്ന് പറയാണ്. ഇതുപോലുള്ള മെയിൻ ആൾക്കാരൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല എന്ന് പറയാണ്. പിന്നെ ഇവള് പറയുന്ന
കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് നോർത്ത് കൊറിയയിലേക്ക് തിരിച്ചയക്കപ്പെടുന്ന പെൺകുട്ടികളൊക്കെ കാണാതാവുന്നതിനെ കുറിച്ചിട്ടാണ്. ഇന്നേരം നമ്മുടെ രാജപ്പനാണെങ്കിൽ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അങ്ങനെ ആരെങ്കിലും അറിയുമെന്ന്. അന്നേരം അവള് ഒരാളുടെ പേര് പറയാണ്. ഈ പേര് കേൾക്കണതും നമ്മുടെ നായകൻ ഷോക്ക് ആവാണ്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് മരിച്ച ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ പേരാണ് പറയണത്. സോ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഇവളെ തിരിച്ചയക്കാണ്. ഇവളും വന്ന പോലെ തന്നെ ആ ഒരു കിളവിയുടെ കൂടെ കയറി പോവാണ്. സോ ഇവള് തിരിച്ചെത്തുമ്പോൾ ആ ഒരു കിളവിക്ക് അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം കൊടുക്കാണ്. അവനൊരു ഗ്ലൗസും കുറച്ച് കാശും പിന്നെ ഇവളുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയതുകൊണ്ട് അതിനുള്ള കുറച്ച് മെഡിസിൻസും കൊടുത്തിട്ടുണ്ടാവും. ഈ കിളവി ആ മെഡിസിൻസ് അവളുടെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാന്നെല്ലാം പറയുന്നുണ്ട്. നമ്മുടെ രാജപ്പനാണെങ്കിൽ അമ്മേനെ ചികിത്സിക്കാം, ഇവളെ ഇവിടുന്ന് രക്ഷിക്കാം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് ഇവളുടെ ഇന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. സോ അവന് കഴിഞ്ഞ പ്രാവശ്യം വാക്കൊന്നും പാലിക്കാനായിട്ട് പറ്റിയില്ല. ഇത്തവണ ഇവളെങ്കിലും രക്ഷിക്കണം എന്ന് അവനുണ്ട്. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ രമേശ് ചേട്ടൻ ഇവിടെ വന്നേക്കുന്നത് സംഭവം നമ്മുടെ സുരേഷ് പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ തമ്മിൽ അറിയാം. അപ്പൊ അവരവിടെ വെച്ച് അഭിനയിച്ചാണ്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഞാൻ എത്ര വർഷമായി നിന്നെ അന്വേഷിക്കുന്നത്, നീ എവിടെയായിരുന്നു, നീ എന്തിനാണ് ഈ പണിയെല്ലാം ചെയ്യണത്, കാശിന് വേണ്ടിയിട്ടാണോ എന്നെല്ലാം ചോദിക്കുകയാണ്. നേരെ ഇവളാണെങ്കിൽ എനിക്ക് നൈറ്റ് ഒരു ഷോ ഉണ്ട്, എനിക്ക് പെട്ടെന്ന് പോകണം, റെസ്റ്റ് എടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവാണ്. ഇന്നേരം ഇവർ സംസാരിക്കുന്നതാണെങ്കിൽ നമ്മുടെ സുമേഷിന്റെ അസിസ്റ്റന്റ് ആ ഒരു പോലീസുകാരുണ്ടല്ലോ ഉടായിപ്പുകൾ, അവന്മാരിൽ ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ടാവും. എന്നിട്ട് അത് സുമേഷിന് അയച്ചു കൊടുക്കുകയാണ്. ഇന്നേരം ഇവരുടെ കോൺവെർസേഷനിൽ നിന്നാണ് മനസ്സിലാവുക നമ്മുടെ സുമേഷാണ് ഈ ഹ്യൂമൻ ട്രാഫിക് എല്ലാം ചെയ്യണതെന്ന്. സംഭവം അവർ പറയുന്നത് ഇവളുടെ കസ്റ്റമേഴ്സിനെ ആരെങ്കിലും മീറ്റ് ചെയ്തിട്ട് ഇവള് നാടിന് ദ്രോഹം ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ഇവളെ പെട്ടെന്ന് തന്നെ കടത്തണമെന്ന് പറയുകയാണ്. അതേസമയം തന്നെ നമ്മുടെ രമേശനെ അവരെന്തെങ്കിലും ചെയ്തേ പറ്റൂന്നും ഈ ഒരു സുരേഷ് പറയാണ്. ഇപ്പൊ നമ്മുടെ രമേശ് ആണെങ്കിൽ ഈ ഉടായിപ്പിന്റെ അനക്കം കേട്ടിട്ട് ഇവിടേക്ക് വരാണ്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും അവൻ മാഞ്ഞുപോയിണ്ടാവും. അവൻ അവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോണേന്ന് വെച്ചാല് ആ ഒരു ഇൻഫോമർ പെണ്ണ് അവള് വന്ന ആ ഒരു ഹോട്ടലിലേക്കാണ്. അന്നേരം വേറെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ എന്ന് അറിയാനായിട്ട്. ഇപ്പോ ഇയാളാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഹീറോ രാജപ്പന്റെ അസിസ്റ്റന്റെയും അവിടെ വെച്ച് കാണാണ്. അവരും ഇവനിപ്പം എന്താ ഇവിടെയെന്ന് വിചാരിക്കുന്ന നേരത്ത് അതിപ്പോ നമ്മുടെ വിഷയമല്ലാന്ന് അവന്റെ അസിസ്റ്റന്റ് പറയാണ്. ഇവര് തിരിച്ചു വന്നിട്ട് അവിടെയുള്ള CCTV ക്യാമറാസ് എല്ലാം ഹാക്ക് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്യണ നേരം ആ ഒരു ഇൻഫോമർ പെണ്ണ് അവള് ആ ഒരു രമേശായിട്ട് സംസാരിക്കണത് ഇവര് കാണാണ്. ഇവര് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഇവര് മനസ്സിലാക്കണ നേരം തന്നെ വേറൊരു ഫുട്ടേജ് കൂടെ ഒരു കാണാണ്. ഈ നോർത്ത് കൊറിയൻ ഏജൻസ് നേരത്തെ ഇവര് കസ്റ്റഡിയിൽ വെച്ചിട്ട് കൊന്ന ആ ഒരു നോർത്ത് കൊറിയൻ ഉണ്ടല്ലോ, അയാളുടെ ബോഡി ഡിസ്പോസ് ചെയ്യണത് ഇവര് കാണാണ്. സോ ഇതെല്ലാം ആ ഒരു സുരേഷിന്റെ കളിയാണെന്ന് ഇവന് മനസ്സിലാവാണ്. നോർത്ത് കൊറിയൻ ഗവൺമെന്റിന് അറിയാതെയാണ് ഇവനിതെല്ലാം ചെയ്യണേന്ന് ഇവര് കണ്ടുപിടിക്കുകയാണ്. പക്ഷേ ഈ ഒരു അസിസ്റ്റന്റ് ഇതൊന്നും നമ്മുടെ വിഷയമല്ല, നമ്മൾ ജസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നേക്കുന്നതാണ്, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെല്ലാം പറയുന്ന നേരം ഇവന് പറയാണ് ആദ്യത്തെ ആ ഒരു ഇൻഫോമർ പെണ്ണ് അവള് മരിച്ച പോലെ തന്നെ ഇവൾക്കും സംഭവിക്കാനായിട്ട് പാടില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറയാണ്. കട്ട് ചെയ്ത് അടുത്ത സീനില് ആ ഒരു ഇൻഫോമർ പെണ്ണിനെ കാണിക്കുകയാണ്. അതേപോലെ തന്നെ രമേശനെയും കാണിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാല് ഇവര് പണ്ട് റിലേഷനിലായിരുന്നു. കല്യാണം വരെ എത്തിയിട്ട് എന്തോ മുടക്ക് സംഭവിച്ചാണ്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണില്ല. അപ്പോ ഈ ഒരു ഇൻഫോമർ ആണ് നായിക എന്ന് വേണമെങ്കിൽ പറയാം. ഇവൾക്ക് വേണമെങ്കിൽ രമണി എന്ന് പേരിടാം. അപ്പോ രമണിയും രമേശൻ കുടിച്ചിട്ട് കിടന്നുറങ്ങുന്ന നേരത്ത് സുരേഷിന്റെ ആൾക്കാർ പുളിവാറിനടിച്ച് എണീപ്പിച്ചിട്ട് അവനെ പിടിച്ചോണ്ടുപോവാണ് സുരേഷിന്റെ അടുത്തേക്ക്. എന്നിട്ട് ഇവനോട് ചോദിക്കുകയാണ്, നീ അപ്പോ വന്നത് വെറുതെ അല്ല, ഞാൻ ഉദ്ദേശിച്ചതെല്ലാം ശരിയായിരുന്നു, നീ ഇവളെ കാണാൻ വേണ്ടിയിട്ടാണല്ലേ വന്നേക്കണേന്ന്. എന്നിട്ട് ഒരു CCTV ഫുട്ടേജ് കാണിച്ചു കൊടുക്കാണ്. അവളന്ന് ഹോട്ടലിൽ പോയ നേരത്ത് നമ്മുടെ രാജപ്പൻ അസിസ്റ്റന്റും ഓപ്പോസിറ്റ് റൂമിൽ ഉണ്ടായിരുന്നു. ഇവള് സൗത്ത് കൊറിയയുടെ ഇൻഫോമർ ആണ്, ഇവള് രാജ്യദ്രോഹിയാണെന്നെല്ലാം ഇവനോട് പറയാണ്. നമ്മുടെ രമേശിനത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അവൻ അപ്പൊ തന്നെ വണ്ടി എടുത്തിട്ട് അവളെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ അവള് താമസിക്കുന്ന സ്ഥലം റെയ്ഡ് ചെയ്യാണ്. ഇവിടെ രമേശൻ അവളെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. നീ സത്യം പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവര് അവളെ കസ്റ്റഡിയിൽ എടുക്കും. സുരേഷ് അന്ന് മറ്റേ ആ ഒരു ബ്രോക്കർ ഉണ്ടല്ലോ, പുള്ളിനോട് കാണിച്ച പോലെ തന്നെ പേപ്പർ എടുത്ത് അവളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം എഴുതാനായിട്ട് പറയാണ്. പക്ഷെ ഇവള് എഴുതും തോറും ഇവളെ കൊണ്ട് വീണ്ടും എഴുതിക്കാണ്, ഇതിൽ നീ കുറെ കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവളെ മെന്റലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാള് നമ്മുടെ രമേശന്റെ സീനിയർ ആയതുകൊണ്ട് തന്നെ രമേശൻ ഇവിടെ ഒന്നും ചെയ്യാനില്ല. അവൻ പുറത്തേക്ക് വരുമ്പോൾ സുരേഷിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അയാള് സമ്മതിക്കില്ല. ഇന്നേരം നോർത്ത് കൊറിയയിലേക്ക് ഇവളെ തിരിച്ചയക്കാനുള്ള നടപടികളെല്ലാം ചെയ്യാണ്. ഇപ്പൊ അവളെ കൊണ്ടുപോകാൻ നേരത്ത് നമ്മുടെ രമേശനാണെങ്കിൽ അവളുടെ കയ്യിൽ ഒരു ലെറ്റർ ആരും കാണാതെ കൊടുത്തിട്ട്, നീ നോർത്ത് കൊറിയയിൽ എത്തിയ ഉടനെ നീ തെറ്റായിട്ടാണ് ആ ഒരു മൊഴി കൊടുത്തത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണമെന്ന് പറയാണ്. ഇവൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലെറ്റർ എന്നിട്ട് വായിച്ചു നോക്കാനായിട്ട് പറയുന്നുണ്ട് ആരും കാണാതെ. ഞാൻ അപ്പോഴേക്കും ആ ഒരു സൗത്ത് കൊറിയൻ ഏജന്റുമാരെ കണ്ടെത്തിയിട്ട് നിന്നെ രക്ഷിക്കൂന്ന് പറയാണ്. അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ നമ്മുടെ രമേശനാണെങ്കിൽ സുരേഷിന്റെ അസിസ്റ്റന്റുമാരോട് ആ ഒരു ഏജന്റുമാരെ കണ്ടുപിടിക്കാനായിട്ട് ഇവനെ സഹായിക്കാനായിട്ട് പറയാണ്. പക്ഷെ അവരാണെങ്കിൽ സുരേഷ് പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. മാത്രമല്ല ആ സൗത്ത് കൊറിയൻ ഏജൻസ് അവരെവിടെ ഉള്ളേന്ന് ഇവർക്കറിയാം. അപ്പൊ ഇവരോട് കൂടെ വരാൻ പറയുമ്പോൾ അവർ പറയാണ് അവർക്ക് വരാൻ പറ്റില്ല എന്ന്, സുരേഷാണ് ഞങ്ങളുടെ ബോസ് അല്ലാതെ നീ അല്ലാന്ന്. സോ ഇത് കേട്ട രമേശ് അവൻ ഒറ്റയ്ക്ക് അവരെ പിടിക്കാനായിട്ട് പോവാണ്. ഇന്നേരം സുരേഷ് ആണെങ്കിൽ രമണീനെ ആ ഒരു റഷ്യൻസിന് വിൽക്കാണ്. ഇപ്പോ സുരേഷിനോടാണെങ്കിൽ ആ ഒരു റഷ്യക്കാർ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്റെ ഏജന്റിനെ കൊന്നേന്ന്. അന്നേരം സുരേഷ്
സുരേഷ് പറയുന്നുണ്ട്, അപ്പൊ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, നോർത്ത് കൊറിയന്ന് ഒരു വള്ളി എന്നെ തേടി വന്നിട്ടുണ്ട്, നീ പേടിക്കേണ്ട ആവശ്യമില്ല, അവനെ ഞാൻ പെട്ടെന്ന് തന്നെ കൊന്നേക്കാം. സോ നമ്മുടെ രമേശനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് കേൾക്കണതും നമ്മുടെ രമണി ഇവനെ തുറിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ രാജപ്പനാണെങ്കിൽ ഇവനെ ഫോളോ ചെയ്ത് അവിടേക്ക് വന്നിട്ടുണ്ടാവും. ഇതെല്ലാം അവൻ ഫോട്ടോ എടുക്കാണ്. ഇവൻ അവർക്ക് ഈ ഒരു പെണ്ണിനെ കൊടുത്തിട്ട് കാശ് വാങ്ങണതെല്ലാം. എന്നിട്ട് ആ ഫോട്ടോസ് എല്ലാം രാജപ്പന്റെ അസിസ്റ്റന്റ് പെണ്ണിന് അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്നേരത്ത് നമ്മുടെ രമേശനാണെങ്കിൽ ഈ അസിസ്റ്റന്റ് പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഒരു പൂര ഫൈറ്റ് അടക്കാണ്. ഇവളെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് നമ്മുടെ രാജപ്പനെ ഇവൻ വിളിക്കുകയാണ്. ഇന്നേരത്ത് രാജപ്പനാണെങ്കിൽ രമേശനോട് പറയും, എടാ പൊട്ട, നിന്റെയൊക്കെ സീനിയർ ആ സുരേഷ് ഉടായ്പാണ് കള്ളൻ, അവനാണ് ഈ പരിപാടിയെല്ലാം ചെയ്യണത്, നിന്റെ രമണീനെ ഇപ്പൊ അവൻ റഷ്യക്കാർക്ക് വിറ്റേക്കാണെന്ന്. എന്നിട്ട് ആ ഫോട്ടോസ് എല്ലാം അവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, നീ അത് കണ്ണു തുറന്ന് നോക്കടാ പൊട്ടാന്ന് പറയാണ്. ഇന്നേരം രാജപ്പനാണെങ്കിൽ ആ ഒരു റഷ്യൻസിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അവരൊരു വാനിൽ നിന്ന് ഒരു പെട്ടി ഇറക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു പെൺകുട്ടിയാണ്. കട്ട് ചെയ്ത് സുരേഷിനെ കാണിക്കാണ്. ഇവനിപ്പോ എന്താ ചെയ്യണേന്ന് വെച്ചാല് നമ്മുടെ രമണി ജോലി ചെയ്തിരുന്ന ആ ഒരു റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, അവിടെയുള്ള പെണ്ണുങ്ങളെ കൊണ്ട് നമ്മുടെ രമേശനെതിരായിട്ട് പറയിപ്പിക്കാണ്. അതെല്ലാം വീഡിയോ എടുക്കാണ്. അതായത് ഈ സുരേഷ് ചെയ്ത ജോലിയെല്ലാം രമേശാണ് ശരിക്കും ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവന് നിയമപരമായിട്ട് നമ്മുടെ രമേശനെ കൊല്ലാനായിട്ട് പറ്റൂലോ. ഈ ടൈം ആ റഷ്യൻസ് നമ്മുടെ രമണീനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നുണ്ടാവും. അവിടെയാണെങ്കിൽ കുറെ പെണ്ണുങ്ങൾ ഇതുപോലെ ചെല്ലുംകൂട്ടിലിട്ടുണ്ടാവും. നമ്മുടെ രമണീനും എന്തോ ഒരു ഡ്രഗ് കുത്തിവെച്ചിട്ട് ആ ചെല്ലുംകൂട്ടിൽ ഇടാനായിട്ട് നോക്കാണ്. ഇതേ ടൈം നമ്മുടെ രാജപ്പൻ ഇവരെ ഫോളോ ചെയ്ത് ഇവിടേക്ക് വന്നിട്ടുണ്ടാവും. അവൻ അവിടെയുള്ള ആൾക്കാരെല്ലാം ഷൂട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് കിടക്കാണ്. സെയിം ടൈം ആ റഷ്യൻസ് നമ്മുടെ സുരേഷിനെ വിളിച്ച് പറയാണ്, രാജപ്പൻ ഇവിടെ വന്നിട്ടുണ്ട്, നീ വേഗം ഇങ്ങോട്ടേക്ക് വായോ എന്ന് പറഞ്ഞുകൊണ്ട്. സുരേഷും ഞാൻ അവിടേക്ക് വരാണ്, നീ അവനെ കൊന്നേക്ക്, അപ്പോഴേക്കും ഞാൻ രമേശനെയും കൊന്നിട്ട് അങ്ങോട്ടേക്ക് വരാന്ന് പറയാണ്. സോ സുരേഷ് ഇങ്ങോട്ടേക്ക് വരുമ്പോ തന്നെ രമേശനും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. ഇവര് തമ്മിൽ ഒരു ഗൺ ഫൈറ്റ് നടക്കാണ്. അന്നേരം തന്നെ നമ്മുടെ രമണിയാണെങ്കിൽ അവളുടെ ബോധം പോയിട്ടുണ്ടാവില്ല. അവള് ആ ഒരു റഷ്യന്റെ നിന്ന് ഗണ്ണ് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം ഷൂട്ട് ചെയ്യാണ്. സോ പുറത്ത് നമ്മുടെ സുരേഷ് രമേശുമായിട്ട് ഫൈറ്റ് നടക്കാണ്. അകത്ത് നമ്മുടെ രാജപ്പനും ഈ ഒരു ഗ്യാങ്ങുമായിട്ട് ഫൈറ്റ് നടക്കാണ്. ഉള്ളില് രമണിയും ഇവരായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ രമേശും രാജപ്പനും കൂടെ എല്ലാവരെയും കൊന്നിട്ട് അവസാനം രാജപ്പൻ ആ ഒരു മെയിൻ വില്ലനായിട്ടുള്ള റഷ്യനെയും കൊല്ലാണ്. സോ അവിടെയുള്ള എല്ലാ പെൺകുട്ടികളെയും നമ്മുടെ രമണി ആ ഒരു ചില്ലുംകുട്ടിയിൽ നിന്ന് തുറന്നുവിടാണ്. അങ്ങനെ ഇവരെല്ലാവരും എല്ലാ പെണ്ണുങ്ങളെയും രക്ഷിച്ചിട്ട് പുറത്തേക്ക് വരുന്ന നേരം പുറത്ത് സുരേഷ് ആണെങ്കിൽ ചത്തിട്ടുണ്ടാവില്ല. അവനൊരു ഗണ്ണ് വെച്ചിട്ട് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അന്നേരത്ത് 2-3 പെണ്ണുങ്ങൾക്ക് വെടിയേൽക്കുന്നുണ്ട്. പക്ഷെ ഈ ടൈം നമ്മുടെ രാജപ്പന്റെ അസിസ്റ്റന്റ് പെണ്ണുണ്ടല്ലോ, അവൾ അവിടേക്ക് വരാണ്. സുരേഷിന്റെ നേർക്ക് വെടിവെക്കാണ്. പക്ഷെ ഈ ഒരു ടൈം ഈ ഒരു അസിസ്റ്റന്റ് ഇവൾക്ക് നേരെ നമ്മുടെ രമേശൻ ഗണ്ണ് എടുക്കുന്നതായിട്ട് കാണാണ്. ഇവള് വിചാരിക്കും ഇവളെ ഷൂട്ട് ചെയ്യാനായിട്ടാണെന്ന്. പക്ഷെ പിന്നിലുള്ള സുരേഷിനെ ആയിരിക്കും അവൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ ഈ അസിസ്റ്റന്റ് പെണ്ണ് എന്തിനാ ചെയ്യാ, നമ്മുടെ രമേശനെ ഷൂട്ട് ചെയ്യും. പക്ഷെ അവൻ ഇവളെ രക്ഷിക്കാൻ വേണ്ടിട്ട് സുരേഷിനെയാണ് ഷൂട്ട് ചെയ്യുക. ഇപ്പോ ആക്സിഡന്റലി നമ്മുടെ രമേശ് മരിക്കാൻ പോവാണ്. പക്ഷെ അവൻ മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രാജപ്പന്റെ അടുത്ത് എന്തോ പറയുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ രമണി അവൻ മരിച്ച കാരണം ഭയങ്കരമായിട്ട് സങ്കടത്തിലാവാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സൗത്ത് കൊറിയയിൽ ചെന്നിട്ട് നമ്മുടെ രാജപ്പൻ എന്തുണ്ടായെന്ന് അവന്റെ സീനിയർ ഓഫീസർമാരുടെ അടുത്ത് പറയാണ്. ഇന്നേരത്തെ അവർ ചോദിക്കുന്നുണ്ട്, നീ ആ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇതെല്ലാം ചെയ്തതെന്ന്. പക്ഷെ അവനും അല്ലാന്ന് പറയാണ്. ഇപ്പോ രമേശൻ നിന്നോട് എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതിനും അവൻ മറുപടി ഒന്നും പറയുന്നില്ല. സോ അതെന്താന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അവിടുന്ന് കട്ട് ചെയ്ത് നമ്മുടെ രമണീനെ കാണിക്കാണ്. അവളിപ്പോ ഒരു മ്യൂസിക്കൽ ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് അവൾ എന്തോ ഓർമ്മകൾ അയവർക്കാണ്. അവൾ അങ്ങനെ അവളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ്. അവൾക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. നമ്മുടെ രമേശൻ എന്താ പറഞ്ഞതെന്നും ഇവിടെ പറയണില്ല. സോ ഇതിനൊരു 2ാം പാർട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. അറിയില്ല, ഞാൻ ഗസ് ചെയ്തതാണ്. ഇത്രയും ഡീറ്റെയിൽസ് ഇനിയും പറയാനുള്ളതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോ ഈ സിനിമ അവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു സിനിമയായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. മലയാളത്തിൽ ഇതുവരെ ചെയ്യാത്ത എന്നാ അത്രയും അടിപൊളിയായിട്ടുള്ള ഏതെങ്കിലും പടങ്ങളൊക്കെ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാന്നല്ല, ഞാൻ ചെയ്യാം. സോ ഞാൻ ചെയ്യുന്ന പടങ്ങളെല്ലാം മിക്കവരും ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്ത പടങ്ങൾ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഭയങ്കരമായ പടങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടോ. അപ്പോൾ അടുത്ത പടം തപ്പിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും അന്നാര.